നമ്മൾ അടുത്ത വാർത്ത ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്ത മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ രമേശ് ചെന്നിത്തലയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും. നേരത്തെ 2 തവണ മൊഴിയെടുക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. സംഘത്തെക്കുറിച്ച് ഒരാൾ വിവരം കൈമാറിയിട്ടുണ്ട് എന്നാണ് ചെന്നിത്തല പറയുന്നത്. വീണ്ടും സിജോയിലേക്കാണ്. സിജോ, അപ്പോൾ രമേശ് ചെന്നിത്തല 2 തവണയാണ് അദ്ദേഹം മൊഴി നൽകും ഓഫീസിലെത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും അത് മാറ്റിവെക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് തന്നെ മൊഴിയെടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ മൊഴി നൽകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഹാജരാകാൻ വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ 2 തവണ ഇതിനുള്ള ശ്രമം നടത്തിയിരുന്നു. ഒരു തവണ അന്വേഷണ സംഘം ആണ് രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടത് സമയം മാറ്റി നൽകണമെന്നുള്ള കാര്യം. കാരണം അന്ന് അന്വേഷണ സംഘത്തിന് അസൗകര്യമുണ്ടായിരുന്നു. രണ്ടാമത് തീരുമാനിച്ച സമയത്ത് രമേശ് ചെന്നിത്തലയാണ് അന്വേഷണ സംഘത്തോട് പറയുന്നത്. കാരണം രണ്ടാമത് തീരുമാനിച്ച സമയത്ത് ഒരു വൈകിട്ട് 3 മണിക്കാണ് ആദ്യം തീരുമാനിക്കുന്നത്. പിന്നെ അന്വേഷണ സംഘം പറയുന്നത് വൈകിട്ട് 5 മണിക്കത്തേക്ക് അത് മാറ്റണമെന്ന്. പക്ഷെ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തൊട്ട് തലേദിവസമായതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് സ്വന്തം മണ്ഡലത്തിൽ എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സൗകര്യപ്രദമായ രീതിയിൽ ഞായറാഴ്ചത്തേക്ക് മാറ്റിവെക്കാമെന്നുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെയാണ് ഇന്നത്തേക്ക് നിശ്ചയിക്കുന്നത്. അതായത് രമേശ് ചെന്നിത്തല ഈ വിഷയമായി വന്നിട്ട് ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘവുമായി ശബരിമലയിൽ നിന്ന് സ്വർണം കൊണ്ടുപോയ ആളുകൾക്ക് ബന്ധമുണ്ടെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതിന് അദ്ദേഹത്തിന് തെളിവുകൾ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രമുഖ വ്യവസായിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരിട്ട് മൊഴി നൽകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, ഭയമുണ്ട് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ കാര്യം കമ്പനിക്കിട്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇന്നതായാലും ഹാജരായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. പിന്നീട് ഇദ്ദേഹത്തിന് മൊഴി നൽകിയിരിക്കുന്ന ഇദ്ദേഹത്തിന് വിവരം നൽകിയിരിക്കുന്ന ആളുടെ മൊഴിയും രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലേക്ക് അന്വേഷണം കടക്കും. എന്തായാലും രമേശ് എന്ന് പറയുന്നത് 500 കോടി രൂപയ്ക്കാണ് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇദ്ദേഹം പറയുന്നതിൽ എത്രത്തോളം ആധികാരികത ഉണ്ടെന്ന് സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതെന്തായാലും അത് പരിശോധിച്ചതിന് ശേഷം അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന് തീരുമാനം.